പ്രമുഖരായ കരോൾ ഗായകർ അണിനിരന്ന അഖില കേരള കരോൾ ഗാന മത്സരം മെലോഡിയ 2024 ശ്രദ്ധേയമായി. ആനിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പരിപാടിയിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും രജിസ്റ്റർ ചെയ്ത 17 ടീമുകളിൽ നിന്ന് ഓൺലൈൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ട 9 ടീമുകളാണ് ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ഷൻ നേടിയത്. പ്രമുഖരായ കരോൾ ഗായകർ അണിനിരന്ന അഖില കേരള കരോൾ ഗാന മത്സരം മെലോഡിയ 2024 ശ്രദ്ധേയമായി. ഡിസംബർ 14 ആനിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ നേതൃത്വത്തിലാണ് മെലോഡിയ 2024 നടത്തപ്പെട്ടത്. ക്രിസ്തുമസിന്റെ സന്തോഷവും ആഘോഷവും സംഗീതത്തിലൂടെ ആഘോഷിക്കുന്ന മികച്ച സംരംഭമാണ് മെലോഡിയ എന്ന് മെലോഡിയ 2024 ഉദ്ഘാടനം ചെയ്യാനെത്തിയ കോതമംഗലം രൂപത KCYM ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ വെള്ളോപ്പിള്ളിൽ പറഞ്ഞു. ചടങ്ങിൽ ആനിക്കാട് KCYM പ്രസിഡന്റ് ശ്രീ അലൻ മാത്യു അധ്യക്ഷ പ്രസംഗം നടത്തി. ആനിക്കാട് പള്ളി വികാരി ഫാദർ ജോസഫ് കൊയ്ത്താനത്ത്, കൊച്ചച്ചൻ ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ, രൂപത KCYM അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് പിച്ചാനിക്കുന്നേൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നല്ല കരോൾ ഗാനങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഒരു വേദി ഒരുക്കുക കൂടിയാണ് മെലോഡിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആനിക്കാട് പള്ളി വികാരി ഫാദർ ജോസഫ് കൊയ്ത്താനത്ത് ഷെക്കിന ന്യൂസിനോട് പറഞ്ഞു. ക്രിസ്മസ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും പങ്കുവയ്ക്കലിന്റെ സമയമാണല്ലോ. ഇവിടെ എല്ലാ വർഷവും വളരെ ആഘോഷപൂർവ്വമായിട്ട് കരോൾ ഗാന മത്സരങ്ങൾ നടത്താറുണ്ട്. അത് ഇടവക്കാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യവുമായിരുന്നു. എന്നാൽ ഈ കൊല്ലം അത് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തി അതിൻ്റെ ഫൈനലിലെത്തുന്നവരെ വിളിച്ച് ഇവിടെ വന്ന് അവരെയും ബഹുമാനിച്ച് നടത്താമെന്നൊരു തീരുമാനം ഇവിടുത്തെ യുവജന സംഘടന എടുക്കുകയും അതൊരു നല്ല കാര്യമാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ചത്. മനോഹരമായ ഗാനങ്ങളെല്ലാം തന്നെ എല്ലാ ഭാഷയിലും ഉണ്ടായത് ഈ കരോൾ ഗാനത്തോടൊക്കെ അനുബന്ധിച്ചുള്ള മനോഹരമായ പാട്ടുകളാണ്. അപ്പോൾ ഇത് നല്ല നല്ല ഈശോ മിശിഹായുടെ പിറവി തിരുനാളിന് ജനത്തെ മുഴുവനും ലോകത്തെ മുഴുവനും ആനന്ദത്തിൽ ഒരുക്കുന്ന നല്ല പാട്ടുകൾ ജനിക്കുവാനുള്ളൊരു കാരണവും കൂടിയായി തീരട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഈ കരോൾ ഗാന മത്സരം ഇവിടെ പ്രത്യേകമായിട്ട് സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമായി രജിസ്റ്റർ ചെയ്ത 17 ടീമുകളിൽ നിന്ന് ഓൺലൈൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ട 9 ടീമുകളാണ് ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ഷൻ നേടിയത്. വൈകുന്നേരം 5 മണിയോടെ ആരംഭിച്ച മത്സരം രാത്രി 9:30 അവസാനിച്ചു. ഒന്നാം സ്ഥാനം 25,000 രൂപ കരസ്ഥമാക്കിയത് മലയാറ്റൂരിൽ നിന്നുള്ള ടീമും, രണ്ടാം സ്ഥാനം 15,000 കരസ്ഥമാക്കിയത് വൈപ്പിനിൽ നിന്നുള്ള ടീമും, മൂന്നാം സ്ഥാനം 7,000 രൂപ കരസ്ഥമാക്കിയത് ചേലാട് നിന്നുമുള്ള ടീമുമായിരുന്നു. ബാക്കിയുള്ള 6 ടീമുകൾക്ക് 1,500 രൂപയും ട്രോഫിയും നൽകുകയുണ്ടായി. ആനിക്കാടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് അഖില കേരള തലത്തിലുള്ള ഒരു കരോൾ ഗാന മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ വിധികർത്താക്കളായി എത്തിയത് പ്രശസ്ത സംഗീത സംവിധായകരായ ശ്രീ ജിനോ കുന്നുംപുറത്ത്, തോമസ് വാറപ്പെട്ടി, ഫാദർ കുര്യൻ പുത്തമ്പരക്കൽ എന്നിവരാണ്. ഷെക്കിന ന്യൂസ്.